മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്തകളാണ് മധ്യപ്രദേശിലെ സ്തനയിൽ നിന്ന് പുറത്തു വരുന്നത്. ഒരു കൊച്ചു ബാലന്റെ നിഷ്കളങ്കമായ പുഞ്ചിരി അയൽവാസിയുടെ അടങ്ങാത്ത പകയിൽ കഴുത്തറക്കപ്പെട്ട് ഇല്ലാതായിരിക്കുന്നു. രാജ്യത്തെ വീണ്ടും നടുക്കി മറ്റൊരു ബ്ലൂ ഡ്രം കൊലപാതകം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. മധ്യപ്രദേശിലെ സ്തനയിൽ 11 വയസ്സുകാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം പ്ലാസ്റ്റിക് ഡ്രമ്മിനുള്ളിൽ ഒളിപ്പിച്ചു. ബാങ്ക് കോളനിയിലെ ഒരു വാടക വീട്ടിൽ നടന്ന ഈ ക്രൂരകൃത്യം പുറലോകം അറിയുന്നത് കുട്ടിയുടെ അമ്മ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോഴാണ്. വീട് പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. സംശയം തോന്നി പോലീസിന് വിവരം അറിയിക്കുകയും വാതിൽ തകർത്ത് അകത്ത് കയറുകയും ചെയ്തപ്പോൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. മുറിയിലാകെ രക്തം ചിതറിക്കിടക്കുന്നു. ഒരു മൂലയിലിരുന്ന നീല പ്ലാസ്റ്റിക് ഡ്രമ്മിനുള്ളിൽ കഴുത്തറക്കപ്പെട്ട നിലയിൽ ആ പിഞ്ചുബാലന്റെ മൃതദേഹം. ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിൽ 45 വയസ്സുകാരനായ അയൽവാസിയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അലക്കുജോലി ചെയ്തിരുന്ന ഇയാൾക്ക് കുട്ടിയുടെ പിതാവുമായി മുൻപ് കടുത്ത തർക്കം ഉണ്ടായിരുന്നു. ഈ പക വീട്ടാൻ തിരഞ്ഞെടുത്തത് നിരപരാധിയായ ഒരു കുട്ടിയെയാണ് എന്നത് സംഭവത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി സ്തന പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. സ്തനയിലെ ബാങ്ക് കോളനിയിലെ ശാന്തമായ അന്തരീക്ഷം പെട്ടെന്നാണ് നിലവിളികൾക്കും സൈറൺ ശബ്ദങ്ങൾക്കും വഴിമാറിയത്. ഒരു വാടക വീട്ടിനുള്ളിൽ ആരും പ്രതീക്ഷിക്കാത്ത അത്രയും ക്രൂരമായ രീതിയിലാണ് ആ 11 വയസ്സുകാരൻ കൊല്ലപ്പെട്ടത്. മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയം നോക്കിയാണ് കൊലയാളി വീടിനുള്ളിൽ കടന്നത്. ആ പിഞ്ചുബാലൻ വീട്ടിൽ തനിച്ചാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ആ ആസൂത്രിത നീക്കം. ഉച്ചയോടെ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ കുട്ടിയുടെ അമ്മ കണ്ടത് പുറത്തുനിന്ന് പൂട്ടിയ വീടാണ്. മകൻ അകത്തുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അവർ പലതവണ വിളിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല. പരിഭ്രാന്തരായ അവർ അയൽവാസികളുടെ സഹായത്തോടെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി വാതിൽ തകർത്ത് അകത്ത് കടന്നപ്പോൾ മുറിയിലാകെ രക്തക്കറകൾ ചിതറിക്കിടക്കുന്നതാണ് കണ്ടത്. തിരച്ചിലിനൊടുവിൽ മുറിക്കുള്ളിൽ നീല പ്ലാസ്റ്റിക് ഡ്രമ്മിനുള്ളിൽ കുട്ടിയുടെ മൃതദേഹം കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മൃതദേഹം ഒളിപ്പിക്കാനും തെളിവ് നശിപ്പിക്കാനുമാണ് കൊലയാളി നീല ഡ്രം തെരഞ്ഞെടുത്തത്. വീട്ടിൽ അമ്മ തിരിച്ചെത്താൻ വൈകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ക്രൂരകൃത്യം പുറലോകമറിയാൻ ഇനിയും സമയമെടുത്തേനെ. കുട്ടിയുടെ നിഷ്കളങ്കമായ മുഖം ഓർത്തു വിതുമ്പുന്ന അയൽവാസികൾക്കും ബന്ധുക്കൾക്കും ഈ കാഴ്ച താങ്ങാനാവുന്നതിനും അപ്പുറമായിരുന്നു. കേവലം ഒരു കൊലപാതകത്തിനപ്പുറം കൊലയാളി കാണിച്ച ക്രൂരതയും മൃതദേഹം ഡ്രമ്മിൽ ഒളിപ്പിച്ച രീതിയുമാണ് പോലീസിനെ പോലും ഞെട്ടിച്ചത്. വീണ്ടും ഒരു ബ്ലൂ ഡ്രം കൊലപാതകം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ നാട് ചോദിക്കുന്നത് ഒന്നേ ഉള്ളൂ: ഇത്രയും ചെറിയൊരു കുഞ്ഞിനോട് എന്തിനായിരുന്നു ഈ പക? ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഘാതകനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് സ്ഥലനിവാസികളെ ഒന്നടങ്കം അമ്പരപ്പിക്കുന്നതാണ്. ബാങ്ക് കോളനിയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി അലക്കുജോലി ചെയ്തിരുന്ന 45 വയസ്സുകാരനായ അയൽവാസിയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനപ്രകാരം ഈ കേസിലെ മുഖ്യപ്രതി. അയൽവാസി എന്ന വിശ്വാസത്തെയും സുരക്ഷിത ബോധത്തെയും പാടെ തകർത്തുകൊണ്ടാണ് അയാൾ ഈ കൊടും ക്രൂരത നടത്തിയത്. സംഭവത്തിന് തൊട്ടു പിന്നാലെ ഒളിവിൽ പോയ ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഇയാൾ താമസിച്ചിരുന്ന മുറിയും ജോലി ചെയ്തിരുന്ന കടയും പൂട്ടിയിരിക്കുന്നത് പോലീസിന്റെ സംശയം വർദ്ധിപ്പിക്കുന്നു. കേവലം ഒരു നിമിഷത്തെ പ്രകോപനമല്ല, മറിച്ച് ദീർഘകാലമായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പകയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ശിവേഷ് സിംഗ് ബാഗേൽ വ്യക്തമാക്കുന്നു. കുട്ടിയുടെ പിതാവും പ്രതിയും തമ്മിൽ മുമ്പ് പലതവണ വാക്കേറ്റം ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബങ്ങൾ തമ്മിലുള്ള നിസ്സാരമായ തർക്കങ്ങൾ പിന്നീട് വ്യക്തിപരമായ വിദ്വേഷമായി മാറുകയായിരുന്നു. കുട്ടിയുടെ അമ്മയെ പ്രതി നിരന്തരം ശല്യം ചെയ്തിരുന്നതായും ഇത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യം പ്രതി മനസ്സിൽ കൊണ്ടു നടന്നിരുന്നതായും മൊഴികളുണ്ട്. മുതിർന്നവരോടുള്ള പക തീർക്കാൻ നിസ്സഹായരായ 11 വയസ്സുകാരിയെ ഇരയാക്കിയത് പ്രതിയുടെ കൊടും ക്രൂരതയുടെ തെളിവാണ്. ഒരു കുറ്റവാളിയുടെ മനോഭാവത്തോടെ കുട്ടിയുടെ കഴുത്തറുത്ത് വധിച്ച ശേഷം മൃതദേഹം ഡ്രമ്മിൽ ഒളിപ്പിച്ച രീതി പ്രതിയുടെ ആസൂത്രണം എത്രത്തോളമാണെന്ന് കാണിക്കുന്നു. മൃതദേഹം നീല ഡ്രമ്മിൽ വെച്ച് മുറി പുറത്തുനിന്ന് പൂട്ടിയതിലൂടെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അയാൾ ശ്രമിച്ചത്. തന്റെ തൊഴിലിന്റെ ഭാഗമായി കിട്ടിയ സ്വാധീനവും പ്രദേശത്തെ പരിചയവും ഉപയോഗിച്ചാണ് അയാൾ മാരക ആയുധവുമായി വീടിനുള്ളിൽ കടന്നത്. ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിൽ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. പ്രതിയാക്കപ്പെട്ട അയൽവാസി കൊലപാതകത്തിന് പിന്നാലെ ഒളിവിൽ പോയതോടെ കേസ് തെളിയിക്കാൻ അതീവ ജാഗ്രതയോടെയുള്ള നീക്കങ്ങളാണ് സ്തന പോലീസ് നടത്തുന്നത്. കേവലം ഒരു പ്രാദേശിക കൊലപാതകം എന്നതിനപ്പുറം ഇതിന്റെ പൈശാചികത കണക്കിലെടുത്ത് പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ കേസ് അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. പ്രതിയെ എത്രയും വേഗം നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ താഴെ പറയുന്ന നീക്കങ്ങളാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് ഫോറൻസിക് വിദഗ്ധർ നിർണായക തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെത്താനുള്ള തിരച്ചിൽ മുറിക്കുള്ളിലും പരിസരത്തും ഊർജിതമാക്കി. പ്രതിയുടേതെന്ന് കരുതുന്ന വിരലടയാളങ്ങൾ ഡ്രമ്മിൽ നിന്നും വാതിലിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഒളിവിൽ പോയ പ്രതി റെയിൽവേ സ്റ്റേഷൻ വഴിയോ ബസ് മാർഗമോ സംസ്ഥാനം വിടാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ പ്രധാന പോയിന്റുകളിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കി. അയൽ സംസ്ഥാനങ്ങളിലെ പോലീസും പ്രതിയുടെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. പ്രതിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിലും അവസാനമായി ലൊക്കേഷൻ കാണിച്ച ടവർ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇയാളും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പോലീസ് നിരീക്ഷണത്തിലാക്കി. കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ നീല പ്ലാസ്റ്റിക് ഡ്രം കൂടുതൽ പരിശോധനകൾക്കായി ലാബിലേക്ക് അയച്ചു. കൊലപാതകത്തിന് മുൻപ് കുട്ടി ക്രൂരമായി മറ്റെന്തെങ്കിലും പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി പോലീസ് കാത്തിരിക്കുകയാണ്.
മെഡിക്കൽ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ശിവേഷ് സിംഗ് ബാഗേലിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പഴുതടച്ച അന്വേഷണം നടക്കുന്നത്. പ്രതിയെ സംരക്ഷിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെയും കർശന നടപടി ഉണ്ടാകുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവനെടുത്ത ക്രൂരതയ്ക്ക് നിയമപരമായ പരമാവധി ശിക്ഷ ഉറപ്പാക്കുക എന്നതാണ് പോലീസിന്റെ ലക്ഷ്യം. സ്തനയിലെ ബാങ്ക് കോളനിയിലെ ഒന്നടങ്കം നടുക്കി ക്രൂരകൃത്യം പുറത്തറിഞ്ഞതോടെ ജനങ്ങൾക്കിടയിൽ പടരുന്നത് കടുത്ത രോക്ഷവും ഭീതിയുമാണ്. നിഷ്കളങ്കനായ ഒരു 11 വയസ്സുകാരൻ സ്വന്തം അയൽവാസിയാൽ ഇത്രയും ദാരുണമായി വധിക്കപ്പെട്ടത് ആർക്കും വിശ്വസിക്കാനായിട്ടില്ല. സ്തനയിലെ ഈ ബ്ലൂ ഡ്രം കൊലപാതകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് പിന്നാലെ പ്രതിയെ ഉടൻ പിടികൂടണമെന്ന ആവശ്യവുമായി നാട്ടുകാർ തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലും ഈ ബാലന് നീതി തേടിയുള്ള ക്യാമ്പയിനുകൾ ശക്തമാണ്. കുട്ടിയുടെ കുടുംബത്തിന് ആശ്വാസമേകാനും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുമുള്ള കർശന നടപടികൾ സ്വീകരിക്കാനും അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സ്തനയിലെ 11 വയസ്സുകാരന് നീതി ലഭിക്കുന്നതുവരെ തങ്ങളുടെ പ്രതിഷേധം തുടരുമെന്നാണ് നാട്ടുകാരുടെ നിലപാട്. ഈ സംഭവം നമ്മെ ഓർപ്പിക്കുന്നത് സുരക്ഷാ മുൻകരുതലുകളുടെ ആവശ്യകതയെക്കുറിച്ചാണ്. വീട്ടിൽ കുട്ടികൾ തനിച്ചാകുന്ന സമയങ്ങളിൽ അയൽവാസികളെ പോലും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന പാഠമാണ് സ്തന നമുക്ക് നൽകുന്നത്. നമ്മുടെ ചുറ്റുമുള്ളവരുടെ സ്വഭാവ മാറ്റങ്ങളും മുൻവൈരാഗ്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്തനയിലെ 11 വയസ്സുകാരന് നീതി ലഭിക്കാനായി നമുക്ക് കാത്തിരിക്കാം.